അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബസ്വറയിലെ ഒരു പള്ളി മിമ്പറിൽ വെച്ച് മഹാനായ സ്വഹാബി ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: അക്സിറു ദിക്റന്നാർ ഫഇന്ന ഹർറഹാ ശദീദുൻ വഇന്ന ഖഅറഹാ ബഈദുൻ വഇന്ന മഖാമിഅഹാ ഹദീദുൻ. നിങ്ങൾ നരകത്തെക്കുറിച്ചുള്ള സംസാരം അഥവാ സ്മരണ അധികരിപ്പിക്കണം. തീർച്ചയായും അതിൻ്റെ ചൂട് അതികഠിനമാണ്, അതിൻ്റെ ആഴം അതിവിദൂരമാണ്. അതിലെ ദണ്ഡുകൾ അഥവാ ശിക്ഷിക്കുന്ന ദണ്ഡുകളുണ്ടല്ലോ, അത് ഇരുമ്പിൻ്റേതായിരിക്കും, കഠിന ശിക്ഷയായിരിക്കും ലഭിക്കുക എന്ന് ചുരുക്കം. ഉത്ബ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ വാചകം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൻ്റെ ആഴത്തിൻ്റെ ഭയാനകത ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം ഉദ്ധരിച്ചതിന് ശേഷമാണ്, നബിയുടെ ഒരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷമാണ്. അതിങ്ങനെയാണ്: ഇന്ന സഖറത്തൽ അളീമത തുൽഖാ മിൻ ഷഫീരി ജഹന്നമ ഫതഹ്വി ഫിഹാ 70 ആമൻ മാ തുഫ്ദി ഇലാ ഖറാറിഹാ. തീർച്ചയായിട്ടും ഒരു വലിയ പാറ നരകത്തിൻ്റെ വക്കിൽ നിന്ന് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 70 വർഷമായി അത് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ പാറ നരകത്തിൻ്റെ അടിത്തട്ടിൽ എത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, നരകത്തിൻ്റെ ഭയാനകത ബോധ്യപ്പെടുത്തുന്ന അനേകം വചനങ്ങളിൽ ഒന്നാണല്ലോ ഇതും. നോക്കൂ, സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്: ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനൊപ്പമായിരുന്ന ഒരു അവസരത്തിൽ ഒരു വീഴ്ചയുടെ ശബ്ദം കേൾക്കുകയുണ്ടായി. അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത് എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലെറിയപ്പെട്ട ഒരു കല്ല് നരകത്തിൻ്റെ അടിത്തട്ടിൽ വീണ ശബ്ദമാണ്. ഇതുവരെയും അത് വീണുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: ഞാൻ നരകം കണ്ടു. ഇന്ന് ഞാൻ കണ്ട പോലെ ഭയാനകമായ ഒരു രംഗം, ഈ ഒരു കാഴ്ച ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല എന്നാണ്. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു എന്ന നബിവചനവും വളരെ പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ട് നരകത്തെ ഭയപ്പെടണം. നരകത്തിൻ്റെ ആഴവും ചൂടും ശിക്ഷയും അതികഠിനമാണ്, വർണ്ണിക്കാനാവാത്തതാണ്. നരകത്തിലെ ചെറിയ ശിക്ഷ പോലും സഹിക്കാനാവാത്തതാണെന്ന ഓർമ്മയുണ്ടാകണം. റബ്ബെ, നരകത്തിൽ പ്രവേശിക്കാതെ ആരും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നരകം കണ്ട ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ആശങ്കപ്പെടാനുള്ള കാരണം ദേഹേച്ഛകളാണ് നരകപ്രവേശനത്തിൻ്റെ കാരണം എന്ന് ബോധ്യപ്പെട്ടതിനാലാണ്. നിഷിദ്ധമായ ഇച്ഛകൾ ഒരിക്കലും കടന്നു വന്നുകൂടാ. അനുവദനീയമായ ശഹവാത്തുകളും ദേഹേച്ഛകളും അധികമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹുജുബത്തിന്നാറു ബി ഷഹവാത്ത്, നരകം പുതിയപ്പെട്ടിരിക്കുന്നത് ഷഹവാത്തുകൾ അഥവാ ദേഹേച്ഛകൾ കൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റുകളിലേക്ക് പോകാതെ മനസ്സിനെ നിയന്ത്രിക്കാനാകണം. കണ്ണും കാതും നാവും നിയന്ത്രിക്കണം. അവയൊക്കെ നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ കൂടുതൽ സാധ്യതയുള്ള അവയവങ്ങളാണെന്ന തിരിച്ചറിവുണ്ടാകണം. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് തന്നെ വിശ്വാസം നന്നാക്കണം. ഓരോ ചെറു നന്മയും നരകമോചനത്തിനുള്ള കരുതലാകണം. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ. ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടാണെങ്കിലും, കാരക്ക കഷ്ണം ധർമ്മം ചെയ്തുകൊണ്ടാണെങ്കിലും നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളണേ എന്ന നബിവചനം അതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ്. പ്രിയമുള്ളവരെ, നിർബന്ധ ബാധ്യതകളിൽ വീഴ്ച വരാതിരിക്കണം. കഴിയുന്നത്ര ഐച്ഛിക നന്മകൾ വർദ്ധിപ്പിക്കണം. ദുസ്വഭാവങ്ങൾ വെടിയണം. അനീതിയും അക്രമവും അകറ്റി നിർത്തണം. മാത്രമല്ല, നരകമോചനത്തിന് കാരണമായി പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം താല്പര്യത്തോടുകൂടി തന്നെ ഏറ്റെടുക്കാനുമാകണം. ഒപ്പം നരകമോചനത്തിനായി മനമുരുകി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മസ്തജാര അബ്ദുൻ മിനൻ നാരി 7 മർറാത്തിൻ ഫി യൗമിൻ ഇല്ലാ ഖാലത്തിൻ നാർ യാ റബ്ബ് ഇന്ന അബ്ദക ഫുലാനൻ ഖദ് ഇസ്തജാറക മിന്നി ഫഅജ്റുഹു. ഏതൊരടിമയും ഓരോ ദിവസവും 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകം പറയും: എൻ്റെ റബ്ബേ, നിന്റെ ഇന്ന അടിമ എന്നിൽ നിന്ന് നിന്നോട് കാവൽ ചോദിച്ചിട്ടുണ്ട്, രക്ഷ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, നരകത്തിൽ നിന്ന് അകറ്റണേ എന്ന്. നരകം പേരെടുത്തു പറഞ്ഞ് നമുക്ക് വേണ്ടി റബ്ബിനോട് സംസാരിക്കുന്ന അവസ്ഥ സംജാതമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality.